മുപ്പരെന്താ ചോദിക്കുന്നത് പറയോ? നിങ്ങൾ തൊലി അണ്ണാക്ക് തൊടാതെ വീങ്ങിയോന്ന് ഉരിച്ചീന്ന് മുപ്പർക്ക് ഉറപ്പാ? അത് വീങ്ങിയോന്നാ മുപ്പരെ ചോദ്യം. അത് വെച്ചു കൊടുത്തവനെ. അപ്പോ മൂപ്പർക്ക് ഇങ്ങനെ വലിയ താല്പര്യത്തിന് ഇങ്ങനെ കാത്തു നിൽക്കുക. ധൈര്യമുള്ള മൗലവിമാരുണ്ടെങ്കിൽ മുമ്പിൽ വന്ന് വായിക്കട്ടെ എന്നൊക്കെ. നിങ്ങളെ മുമ്പിലല്ലേ ഈ മൗലവിമാരൊക്കെ കിതാബ് വായിക്കാൻ വന്നത്? വസങ്കടിയിൽ അതേപോലെ തന്നെ മണ്ണാർക്കാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇടമുട്ടത്ത് വെച്ചൊക്കെ നിങ്ങളുടെ പണ്ഡിതന്മാരുടെ മുമ്പിലല്ലേ വന്നത്? എന്നിട്ട് നിങ്ങൾ എന്തേ അവരൊക്കെ തോലി അണ്ണാക്കു തൊടാതെ വിഴുങ്ങിയോ? തോലി അണ്ണാക്കു തൊടാതെ വിഴുങ്ങിയോ? കണ്ടോ, തൊലി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയോ? നിങ്ങളാരോ കേട്ടോ ഇതുപോലെ ആരും ചോദിക്കുന്നത്? തൊലി ഉരിഞ്ഞോന്ന് ചോദിക്കലുണ്ട്. പക്ഷെ അവർക്ക് അയാൾക്കറിയാം തൊലി ഉരിഞ്ഞിട്ടുണ്ട്. അത് വിഴുങ്ങിയോന്നാ? വിങ്ങാൻ പറ്റിയ സാധനോ? ഒരു ഹലാലായ സാധനം അല്ലാണ്ട് വിങ്ങാൻ പറ്റുമോ? അപ്പൊ തൊലി വീങ്ങിയോന്നാ ചോദ്യം. എന്നാ എന്താ ഇടമുട്ടത്ത് ഉണ്ടായത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കണ്ട. ഞാനുമായിട്ട് മുജാഹിദ് മൗലവിമാര് വാദപ്രയോഗം നടത്തി. എന്നിട്ട് ഇടമുട്ടത്ത് എന്താ ഉണ്ടായത് എന്ന് മടവൂര് മുജാഹിദ് നിങ്ങൾ പറയട്ടെ. മടവൂര് മുജാഹിദായിട്ട് വാദപ്രയോഗം നടത്തിയിട്ട് എന്താ ഉണ്ടായത് എന്ന് മറ്റേ മുജാഹിദും പറയട്ടെ. നമ്മൾ തൽക്കാലം 2 മിനിറ്റ് ഞാൻ വിശ്രമിക്കട്ടെ. ഇനിയോ ഇതൊക്കെ പറഞ്ഞ് അവസാനം കൊഞ്ഞനം കുത്തണല്ലോ. എന്താണ് കൊഞ്ഞനം കുത്തുന്ന രീതിയാ? എന്നിട്ടോ കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നാ പറഞ്ഞിട്ടുള്ളത്. കൊണ്ടോട്ടി സംവാദത്തിൽ ഇവർ തോറ്റത് കണ്ടോളി എന്നിട്ട് എന്താ ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി വായിച്ചിടത്തൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതേ രീതിയിൽ പറഞ്ഞിടത്ത് അബ്ദുൽ ലത്തീഫ് കരുകുലാക്കലിനും ചെറിയ തെറ്റുപറ്റി. ഈ തെറ്റുപറ്റിയത് എടുത്തിട്ട് ആഘോഷിക്കുകയാണ് കെ സക്കരിയ. സുന്നികൾ പറയുന്നത് കേട്ടിട്ട് ആ പ്രസംഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. മണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും സമുദായ ഐക്യത്തിനെതിരാണെന്ന് പറഞ്ഞവർ ചിലപ്പോഴൊക്കെ വല്ലതിനും പോയി കുടുങ്ങിയിട്ട് മാനം കെടുകയും ചെയ്യും. ഇത് ഈ അടുത്ത് ഇവർ കൊണ്ടോട്ടിയിൽ വെച്ച് ഇക്കരിമ്പുലാക്കനും ഈ അബ്ദുസലാം സുല്ലമിയും കൂടി ഒരു മരുന്ന് കച്ചവടക്കാരനായിട്ട് വാദപ്രതിവാദം നടത്തി. സാക്ഷാൽ സുല്ലമി തെറ്റിക്കണമെന്ന് പറഞ്ഞു കൊടുക്കി. നമുക്ക് അവസാനിപ്പിക്കണല്ലോ. നമ്മളൊക്കെ പള്ളി നടക്കല്ലേ. പറഞ്ഞപ്പോ തന്നെ പറഞ്ഞെന്ത്? ഞങ്ങള് നിങ്ങളെ പോലത്തെ ആളുകൾ, നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരാണ്. ഒരു കുട്ടിൻ്റെ അടുത്ത് തെറ്റ് പറ്റിയെന്ന് മൂപ്പര് പറഞ്ഞു, സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങൾ എന്തല്ല കേരളത്തിൽ മറുപക്ഷം പോലും സമ്മതിക്കുന്ന ഹദീസ് പണ്ഡിതന്മാരല്ല. പക്ഷേ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ, ആ ഹദീസ് പണ്ഡിതൻ ഇവിടുന്ന് ഖുർആൻ ഓതി ഇസ്തിഹാസ ശിർക്കാക്കാൻ വേണ്ടി ഇതാ മസ്സൻ നാസു എന്നോതി കേസത്തില്ലേ? വൈദാ മസ്സൻ നാസു ദുറുൻത ഔ റബ്ബഹു മുനീബിന ഇലൈഹി. വൈദാ മസ്സൻ നാസു ദുറുൻത ഔ റബ്ബഹു മുനീബിന ഇലൈഹി. ഇതാ മസ്സൻ നാസു കേട്ടില്ലേ? ആ കേസറ്റൊന്ന് കേട്ടു നോക്കിങ്ങള്. മസ്സൻ നാസു മഫൂലല്ലേ? അത് അന്ന് പറയണ്ട, അടുത്ത പറയും. അപ്പൊ മൂപ്പർ പറയാം ആയിരം മപ്പൂലും തിരിയാൻ കുട്ടികൾ വിടുവോ? എന്താ വസ്തുത? ഓ, കൊണ്ടോട്ടി സംവാദത്തിൽ ഇവരാകെ മുട്ടുമടക്കി എന്നാ ഞങ്ങൾ സംവാദം നടത്തിയിട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാൽ ഈ പ്രസംഗത്തിൽ പോലും ആയത്തോന്നിടത്ത് കെ സക്കരിയ സ്വലായിക്ക് തെറ്റിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ കെ സക്കരിയക്ക്? അഫതത്തഖിദൂനഹു വദുരിയതഹു എന്ന് പറയുന്നിടത്ത് അഫതത്തഖിദൂനി എന്ന് കെ സക്കരിയ ഓതിയിട്ടുണ്ട്. നിഷേധിക്കാൻ പറ്റുമോ കെ സക്കരിയക്ക്? ആ ഭാഗം ഒന്ന് കാണിച്ചു കൊടുക്കും. അവിടെ സഹായികളുടെ അർത്ഥം പറഞ്ഞു. ആ അർത്ഥം പഠിയും വെച്ചോളി. നിങ്ങൾ കെ സക്കരിയ എന്താ ഓതിയത്? തെറ്റിട്ടില്ലേ? കെ സക്കരിയ ഇതിട്ടിട്ട് ഞങ്ങൾ കെ സക്കരിയയുടെ വിവരം അളക്കാറുണ്ടോ? ഞങ്ങളിത് വേറെ ആർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? ഇനി നോക്കൂ, നിങ്ങൾ എടമുട്ടൻ സംവാദത്തിൽ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? സുന്നികൾ കെ സക്കരിയ കളവ് പറഞ്ഞത് പിടിച്ചിട്ടില്ലേ? എന്താ കെ സക്കരിയക്ക് നിഷേധിക്കാൻ പറ്റുമോ? നിഷേധിക്കാൻ സാധ്യമല്ല. ആ ഭാഗം കൂടി ഒന്ന് കണ്ടുകൊള്ളുക. പക്ഷേ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യുന്നതിനെ കുറിച്ച് ആയിരിക്കില്ല പറഞ്ഞത്. നിങ്ങൾ അപ്പുറവും ഇപ്പുറവും മൂടി വെച്ച് വായിക്കൽ നിങ്ങളെ പതിവാണ്. അവിടെ നിങ്ങൾ ആ ലേഖനത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ സാധാരണ പകുതി മൂടി വെച്ച് പറയുന്നതാണ്. ഞാൻ ചോദിക്കുന്നതിന് അപ്പുറം ഇപ്പുറം വായിക്കാൻ തയ്യാറുണ്ടോ? ഫുള്ളായിട്ട് വായിക്കണം. അങ്ങനെയാണ് പറഞ്ഞതെങ്കിൽ, അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ. നേരെ മറിച്ച് നിങ്ങളുടെ സെൽസബീലിൽ ഉമർ മൗലവി എഴുതിയിട്ടുണ്ട്, ഒരാൾ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ട് സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ അയാൾ മുശ്രിക്കാണെന്ന് പറയരുത്. അത് ഇയാളും പറഞ്ഞിട്ടുണ്ടാകാം. ഉമർ മൗലവി മുശ്രിക്കാണോ? എന്റെ ചോദ്യമാണ്, ഞാൻ ചോദ്യം ചോദിക്കുന്ന സമയമാണ്. ഉമർ മൗലവി ഇങ്ങനെ എഴുതിയിട്ടില്ല എന്ന് നിഷേധിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ആ ജാതിയല്ലേ നിങ്ങൾ ഇസ്ലാം?
നിങ്ങളിന്ന് പോയിക്കൊണ്ടേയിരിക്കും. ഒന്നുകൂടി ഞാൻ വായിക്കാം. വിശ്വാസ പ്രമാണങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കും ഇല്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുത്ത് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് സുജൂദ് ചെയ്യലാണ്. ഉമർ മൗലവി പറഞ്ഞത് അയാളെ വായിച്ചെന്താ, സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നത് കണ്ടാൽ. ഉമർ മൗലവിന്റെ വാചകത്തിന്റെ ഒട്ടുമുള്ള വാചകം എന്താ അറിയോ? സൃഷ്ടിക്ക് സുജൂദ് ചെയ്യൽ ശിർക്കാണെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എഴുതി വെച്ചോളിയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, സൽസബീൽ കൊടുക്കുകയും. അയാൾ നിഷേധിക്കുന്നത് ഇതിലുണ്ട് ഏതുപോലെ ഇതിലുണ്ട്, ഞാൻ ആ ക്യാമറ മുമ്പ് കാണിക്കണേ, ഏതാന്ന് പറയില്ല, ഞാനും ഏതാന്ന് പറയില്ല. അത് നിങ്ങളാ രാവിലെ പഠിപ്പിച്ചത് നിങ്ങളാ. ഇതിലുണ്ട് ഇല്ലാന്ന് നിഷേധിക്കും. ഞാൻ വായിച്ചതിലില്ല എന്നുണ്ടോ? ഞാൻ വായിച്ചതിലില്ലേ? അതിനപ്പുറണ്ടോ അപ്പുറണ്ടോ? അത് നിങ്ങളാ തെളിയിക്കേണ്ടത്. അപ്പുറത്തും ഇപ്പുറത്തും എതിരുണ്ടെങ്കിൽ നിങ്ങൾ വായിക്കും, ഞങ്ങളല്ലേ വായിക്കണം. ഇപ്പറഞ്ഞത് അതിലുണ്ടോ? അപ്പുറം വായിക്കണം. അപ്പുറം വായിച്ച നടുവത്ത് ഇല്ലാതാകുമോ? നടുവത്ത് വായിച്ചിരിക്കും. അതാണ് നമ്മളെ ചോദ്യം. ഞാൻ ഈ വായിച്ചത് അതിലുണ്ടോ അല്ലേ? നിങ്ങളെ സക്കാഫി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അല്ലേ? ഉമർ മൗലവി പറഞ്ഞ സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നതാണ്. അതെ, വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി. അതെ, നേരത്തെ വായിക്കുമ്പോൾ തീർത്തും വായിച്ചിട്ടില്ല. മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. കർമ്മശാസ്ത്ര വീക്ഷണത്തിൽ അത് ഹറാമായേക്കാം. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ആദം നബിക്ക് സുജൂദ് ചെയ്യുവാൻ മലക്കുകളോട് കൽപ്പിച്ചത്. മലക്കുകളുടെ സുജൂദ് ശിർക്കല്ല. മലക്കുകളുടെ സുജൂദ് ശിർക്കാൻ നിങ്ങൾക്ക് വാദമുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മൂടി വെച്ച് വായിക്കുന്നത് സാധാരണ പതിവാണ്, അതുകൊണ്ടാണ് വാങ്ങിയത്. അപ്പോ മലക്കുകൾക്ക് ആദം നബി അലൈഹിസ്സലാം മലക്കുകള് ആദം നബിക്ക് സുജൂദ് ചെയ്ത് ശിർക്കല്ല. ഇതിലാർക്കാണ് തർക്കം? പിന്നെ ഇനി ഇത് തന്നെയാണ് ഉമർ മൗലവിയും എഴുതിയത്. സുജൂദിന്റെ രൂപത്തിൽ കിടക്കുന്നുണ്ടാൽ മുശ്രിക്കാണെന്ന് പെട്ടെന്ന് പറയരുത് എന്ന് പറഞ്ഞ ഉടനെ അയാൾ പറയുന്നത് വിഗ്രഹത്തിന്, നേരത്തെ പറഞ്ഞ ആൾക്കാ, ഇത് വിഗ്രഹത്തിനാ. ഉമർ മൗലവി പറഞ്ഞ വിഗ്രഹത്തിന് സുജൂദാ, മറ്റത് മലക്കിനാ. അത് നബി ആൾക്കാണ്. ഇപ്പുറവും മൂടി വെച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ മൂടി വെച്ച് വായിക്കുന്ന ഏർപ്പാട് നിർത്തണം. ഞങ്ങളെ മുന്നിൽ വെച്ചത് നടക്കില്ല. നിങ്ങൾ ആ വായിച്ചതിന് നിങ്ങൾ ഈ ജനങ്ങളോട് നിങ്ങൾ പറയണം, ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റിദ്ധരിപ്പിച്ചത് തെറ്റാണ് നിങ്ങൾ പറയണം. അതാണ് മാന്യത. നിങ്ങൾ ഒരിക്കലും തന്നെ മൂടി വെച്ച് പറയുന്നത് ശരിയല്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മൂടി വെച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളുടെ മുന്നിൽ പറയണം. എന്തുകൊണ്ട് സത്യസന്ധരായി ജീവിച്ചുകൂടാ? സത്യം പറഞ്ഞുകൂടെ? പിന്നെ ശഫാഅത്ത് ചോദിക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യന്റെ ഗ്രന്ഥമാണ്. ഇതിൽ അദ്ദേഹം പറയുന്നു ശഫാഅത്ത് ചോദിക്കലുണ്ട്, ശഫാഅത്ത് റസൂലുള്ളാഹി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശഫാഅത്ത് ചോദിക്കലുണ്ട്. റസൂലുള്ളാഹി ശഫാഅത്ത് ചെയ്യും, ഔലിയാക്കൾ ശഫാഅത്ത് ചെയ്യും. നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ശഫാഅത്ത് ചോദിച്ചതുകൊണ്ട് അത് ശിർക്കാകുമെന്നാണോ? ആര് പറഞ്ഞു? ഇബ്നു ഹജർ തുഹ്ഫയിൽ പറഞ്ഞതും അതുപോലെ തന്നെ സവാജിറിൽ പറഞ്ഞതുമായ ഒരു കാര്യം, അത് വ്യക്തമായി ഒരു സഖാഫി എഴുതിയതിന് എന്തെങ്കിലും പറഞ്ഞു ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിന്റെ ഞങ്ങളെ മുന്നിൽ നടക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ വാദപ്രതിവാദമാണ് ഇത്. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇത് നിങ്ങളെ സാധാരണ പ്രസംഗമല്ല. സാധാരണ പ്രസംഗത്തിൽ ആളുകൾക്ക് അറിയില്ല, അപ്പുറം നിങ്ങൾ മൂടി വെക്കുന്നത് മനസ്സിലാവില്ല. നിങ്ങൾ മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഏർപ്പാട് നിർത്തണം. നിങ്ങൾ ഈ മുജാഹിദ് എന്ന് പറഞ്ഞ ആശയം തന്നെ കളവാണ്. ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ അബാഉകും. നിങ്ങളെ ഉപ്പാപ്പമാര് കേൾക്കാത്ത പുതിയ വർത്തമാനങ്ങളും കൊണ്ടുവരുന്നവർ കബളിപ്പിക്കും.
വഴിതിരിക്കുന്നവരാണ്, പച്ചക്കള്ളം പറയുന്നവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് തെളിഞ്ഞിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് നിങ്ങൾ ഞങ്ങളെ മുന്നിൽ പറയണം. അല്ലാതെ ഈ വാദപ്രതിവാദം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? നിങ്ങൾ ഒരു കാര്യം ഈ വഞ്ചനയിലൂടെയാണോ വാദപ്രതിവാദം കൊണ്ടുപോകേണ്ടത്?